മലയാള സിനിമയിൽ തന്റെ നിലപാടുകൾ കൊണ്ടും മികച്ച അഭിനയ ശൈലി കൊണ്ടും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടിയാണ് പാർവതി തിരുവോത്ത്. ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ പാർവതി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലും ബോളിവുഡിലും ഒരുപോലെ അറിയപ്പെടുന്ന കലാകാരിയാണ്. ടേക്ക് ഓഫ്, ചാർലി, എന്ന് നിന്റെ മൊയ്തീൻ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം പാർവതിയെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി മാറ്റി. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിലും അവർ എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കസബ വിവാദവുമായി ബന്ധപ്പെട്ട് താരം നേരിട്ട സൈബർ ആക്രമണങ്ങളും അതിനെ അവർ അതിജീവിച്ച രീതിയും മലയാള സിനിമയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. തുടർന്നുണ്ടായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും താൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും തുറന്നു പറയുകയാണ് നടി പാർവതി തിരുവോത്ത്. ശോഷ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം അന്നത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പങ്കുവച്ചത്. 2017 തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഒരു ഓപ്പൺ ഫോറത്തിൽ വെച്ചാണ് പാർവതി സ്ത്രീവിരുദ്ധ വിഷയത്തെക്കുറിച്ചുള്ള വിഷയം ഉന്നയിച്ചത്. മമ്മൂട്ടി നായകനായ കസബ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്നും ഒരു മഹാനടൻ അത്തരം സംഭാഷണങ്ങൾ പറയുന്നത് നിർഭാഗ്യകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. സിനിമയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ ആഘോഷിക്കപ്പെടുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു പാർവതിയുടെ നിലപാട്. പാർവതിയുടെ ഈ അഭിപ്രായ പ്രകടനം മമ്മൂട്ടി ആരാധകരെ ചൊടിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ താരത്തിന് നേരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും ട്രോളുകളും ആരംഭിച്ചു. ഇത് വെറും ഒരു വിയോജിപ്പിൽ ഒതുങ്ങാതെ വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും വരെയായി മാറി. വിവാദ സമയത്ത് മമ്മൂട്ടിയുമായി സംസാരിച്ചിരുന്നുവെന്ന് പാർവതി വെളിപ്പെടുത്തി. അദ്ദേഹം ശാന്തനായിരുന്നുവെങ്കിലും പുറത്ത് ആരാധകരുടെ പ്രതികരണം അതിരൂക്ഷമായിരുന്നു. ഒരു പ്രസ്താവന ഇറക്കാൻ താൻ ആവശ്യപ്പെട്ടെങ്കിലും അത് പുറത്തു വന്നപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നുവെന്ന് നടി പറയുന്നു. വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അവാർഡ് ദിശയിൽ പങ്കെടുക്കാൻ പോയ അനുഭവം പാർവതി പങ്കുവച്ചു. 10,000-ഓളം ആളുകൾ നിറഞ്ഞ സദസ്സിൽ അവാർഡ് വാങ്ങാൻ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള കൂവലാണ് ഉണ്ടായത്. കയ്യടിക്ക് പകരം കൂവൽ കേട്ടപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. ആ 7 മിനിറ്റ് 7 വർഷം പോലെയാണ് എനിക്ക് തോന്നിയത്. കാലിടരരുത്, പ്രസംഗം തെറ്റിക്കരുത് എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് പാർവതി പറഞ്ഞു. ആക്രമണങ്ങൾ തന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ സ്ഥിരമായി ബാധിച്ചെന്ന് അവർ കൂട്ടിച്ചേർത്തു. എങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ തനിക്ക് കുറ്റബോധമില്ലെന്ന് പാർവതി അടിവരയിട്ടു. ഞാൻ നേരിട്ടത് വ്യക്തിപരമായ അധിക്ഷേപമായിരുന്നില്ലെന്നും മറിച്ച് താൻ ഉയർത്തിയ സ്ത്രീപക്ഷ നിലപാടുകളോടുള്ള സമൂഹത്തിന്റെ അസഹിഷ്ണുതയായിരുന്നുവെന്നും ഇന്ന് പാർവതി തിരിച്ചറിയുന്നു. ഈ ദുഷ്കരമായ സമയത്ത് തന്നെ പിന്തുണച്ച ചുരുക്കം ചില സുഹൃത്തുക്കളും കുടുംബവുമാണ് തനിക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകിയത്. ഇന്ന് മലയാള സിനിമയിലെ കരുത്തുറ്റ സാന്നിധ്യമായി തുടരുമ്പോഴും താൻ നേരിട്ട ആ കടുത്ത ദിനങ്ങൾ ഒരു പാഠമായി കൂടെയുണ്ടെന്ന് പാർവതി പറയുന്നു. ഈ വിവാദത്തിന് ശേഷം പാർവതിയെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. പല പ്രമുഖ നടന്മാരും പാർവതിയോടൊപ്പം അഭിനയിക്കാൻ മടിച്ചതായും WCC എന്ന സംഘടനയുടെ രൂപീകരണത്തോടെ ഈ പോരാട്ടം കൂടുതൽ ശക്തമായതായും വിലയിരുത്തപ്പെടുന്നു. ചുരുക്കത്തിൽ സിനിമയിലെ സ്ത്രീവിരുദ്ധതയെ ചോദ്യം ചെയ്ത ഒരു നടിയെ ആരാധക കൂട്ടം ചേർന്ന് വേട്ടയാടിയ സംഭവമാണ് കസബ വിവാദം മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പാർവതി ഉയർത്തിയ ശബ്ദം കേവലം ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വിമർശനം മാത്രമായിരുന്നില്ല, മറിച്ച് കാലങ്ങളായി മലയാള സിനിമയിൽ നിലനിന്നിരുന്ന ചില അലിഖിത നിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. സൈബർ ആക്രമണങ്ങളും കൂവലും വധഭീഷണികളും കൊണ്ട് ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ കൂടുതൽ കരുത്തോടെ താരം മടങ്ങിയെത്തി. എന്നെ തളർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ ഞാൻ കൂടുതൽ ശക്തിയായി എന്ന പാർവതിയുടെ വാക്കുകൾ ഇന്ന് സിനിമയിലേക്ക് എത്തുന്ന നിരവധി യുവ കലാകാരികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾ നോക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നടിക്ക് ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമായി പാർവതി തിരുവോത്ത് ഇന്നും നിലകൊള്ളുന്നു.